പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മക്കളെ, യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിശ്ചയമായിട്ടും എല്ലാ ക്രൈസ്തവർക്കും സന്തോഷത്തിൻ്റെ ഒരു സന്ദേശമാണ് നമുക്ക് ഈ ഉത്ഥാനത്തിൽ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്പം ആഴമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ചരിത്രത്തിലെ ഏക സംഭവമാണ് ഒരാൾ സ്വയം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക. ചരിത്ര സംഭവമാണ്, കെട്ടുകഥയല്ല. കെട്ടുകഥയാക്കാനായിട്ട് പലരും പരിശ്രമിച്ചു. നമുക്കറിയാം, ഉത്ഥാനം കഴിഞ്ഞ് കല്ലറ ശൂന്യമായി കിടന്നപ്പോൾ പട്ടാളക്കാരെ വിളിച്ച് കൈക്കൂലി കൊടുത്ത് കഥയുണ്ടാക്കി അത് എടുത്തുകൊണ്ട് പോയതാണ് ശവം എന്ന്. ആ ശവം കണ്ടുപിടിക്കുവാൻ 2025 വർഷം വരെ മനുഷ്യൻ കിണവരച്ചിട്ടും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഇനി ആ നുണ, വലിയ നുണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഒരു ഗണം പട്ടാളക്കാരാണ് ആ കാവൽ നിന്നത്. ഒരു ഗണമെന്ന് പറഞ്ഞാൽ 300-നും 600-നും ഇടയ്ക്ക് പട്ടാളക്കാരാ, ഒന്നും രണ്ടൊന്നും അല്ല. കാരണം അവർക്ക് പേടിയുണ്ടായിരുന്നു. കാരണം പലതവണയും കർത്താവ് പറഞ്ഞു ഉത്ഥാനം ചെയ്യുമെന്ന്. അത് സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഇത്ര ശക്തരായ പട്ടാളക്കാരെ കാവലേൽപ്പിച്ചത് എന്നോർക്കണമേ. ഇനിയും കർത്താവിനെ അടക്കിയ കല്ലറയുടെ ആ കല്ല് അത് സീല് ചെയ്ത് വെക്കാൻ, ആ കല്ലറ അടയ്ക്കാനായിട്ട് കല്ലുരുട്ടാൻ 50 പട്ടാളക്കാരുണ്ടായിരുന്നു, റോമൻ പട്ടാളക്കാർ. ഹല്ലേലൂയ. അപ്പം ഇതും തകർത്താണ് കർത്താവ് ഉത്ഥാനം ചെയ്തത് എന്ന് ചരിത്രം പറയുന്നു. നമ്മൾ ഈസ്റ്ററിൻ്റെ ബാഹ്യമായ എല്ലാ ചടങ്ങുകളും ആചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അല്പം ആഴമായിട്ട് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലാണ് നമ്മൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. മനോഹരമായ ഒന്നാമത്തെ വായനയിൽ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. അത് ഉത്ഥാനത്തിൻ്റെ അർത്ഥം. ജ്ഞാനസ്ഥാനത്തിൽ നമ്മൾ അവിടുത്തോടുകൂടി മരിച്ച് സംസ്കരിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിൽ അവിടുന്ന് ഉത്ഥാനം ചെയ്തതുപോലെ നാമും ഉത്ഥാനം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. വാസ്തവത്തിൽ ആ വായന, റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ വായന മനോഹരമായ ഒരു ഈസ്റ്റർ സന്ദേശം ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊളോസ്യർക്ക് ലേഖനത്തിൽ അല്പം കൂടി ആഴമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈസ്റ്റർ എന്ന് പറയുന്നത് ഈ ആഘോഷങ്ങളൊന്നുമല്ല, ഈ സ്വരൂപം വെച്ചുള്ള ആഘോഷമോ മണിയടിക്കലോ ഒന്നുമല്ല. അതിലും ആഴമായ അർത്ഥമുണ്ട് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. നമ്മൾ വായിക്കുന്നു കൊളോസ്യോസ് അധ്യായം 3. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നാം ക്രിസ്ത്യാനികൾ ഉയർപ്പിക്കപ്പെട്ടവരാണ്. റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ 8-ാം അധ്യായം 9 പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ നമുക്കും ഉയർപ്പ് നൽകും എന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് ഉയർപ്പിൻ്റെ. ഇവിടെയാണ് പ്രിയ മക്കളെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, നമ്മൾ യേശു ചരിത്രം കാണുമ്പോൾ, വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഓർക്കണം, ആ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ പിറന്ന ആ യേശുവിൽ നീയും ഞാനും ഉണ്ടായിരുന്നു. ലോകവംശം മുഴുവൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പരിശുദ്ധ കന്യാമറിയം ലോകത്തിൻ്റെ എല്ലാവരെയും അമ്മയായി തീർന്നത് എന്ന് ഓർക്കണമേ. അപ്പോൾ നമ്മൾ ദിവ്യ ഉണ്ണിയെ കാണുമ്പോൾ വചനം മാംസമായി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ ജനങ്ങളുടെയും മാംസം ആണ് ഏറ്റെടുത്തത് അവൻ്റെ ശരീരത്തിൽ. അതിനുശേഷം നമ്മൾ കാണുന്നു ദേവാലയത്തിൽ യേശുവിനെ സമർപ്പിക്കുന്നു. അപ്പോൾ ലോകത്തുള്ള എല്ലാ ജനതകളും സമർപ്പിക്കപ്പെട്ടതാണ് പിതാവായ ദൈവത്തിന്. അതുപോലെ ജോർദാനിൽ വെച്ച് സ്നാനം സ്വീകരിക്കുന്നു. ലോക ജനത മുഴുവൻ അവിടുന്ന് കൂടി കണിശമായിട്ടും സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം തൻ്റെ ജീവിതകാലം
നമുക്കറിയാം വേദനകൾ, തിരസ്കരണങ്ങൾ, ഉപേക്ഷിക്കൽ ഇതെല്ലാം നടത്തി അതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ദുഃഖവെള്ളിയാഴ്ച. ആ കുരിശുമരണവും പങ്കപ്പാടും എല്ലാം നമുക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങളാണ് അവിടുന്ന് ശരീരത്തിൽ ഏറ്റെടുത്തത്. ഒരു ഭാഷയിൽ പറഞ്ഞാൽ യേശു നമ്മുടെ ശരീരം പേറിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും ഏറ്റെടുത്തുകൊണ്ടാണ് ആ കുരിശിൽ കിടന്നത്. ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റതും നിശ്ചയമായിട്ടും അവനിൽ നമ്മളും ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ! ഈ വലിയ ചരിത്രമാണ്, ഈ നഗ്ന സത്യമാണ്, ഈ രഹസ്യമാണ്. കൊളോസ്യർക്കെന്ന ലേഖനത്തിൽ പറയുന്നത് നാം അവനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ! കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ! ക്രിസ്ത്യാനി ജ്ഞാനസ്ഥാനത്തിലൂടെ ഉയർപ്പിക്കപ്പെട്ടവനാണ്. ആ മരണത്തിൻ്റെ കീഴിൽ കിടക്കുന്നവനല്ല, സംസ്കരിക്കപ്പെട്ടവനല്ല, അതിൽ നിന്നെല്ലാം അതിജീവിച്ച് ആ കർത്താവിൻ്റെ ആ ഉത്ഥാനത്തിൽ പങ്കുചേരുന്നു. ഭൂമിയിലുള്ള വസ്തുക്കളിൽ അല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവൻ. എന്നാൽ നിങ്ങൾ മൃതരായിരുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ആ നെഞ്ചത്തൊന്ന് കൈവച്ചേ. നിന്റെ ജീവിതം, നിന്റെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നീ ആരാണ്? നിന്റെ വ്യക്തിത്വം എന്താണ്? നീ എത്രയോ വലിയവനാണ്, പ്രാഭവാനാണ് എന്ന് കർത്താവ് പറയുന്ന വചനമാണ് ഇത്. നിങ്ങൾ ഓർക്കണം. അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഒരു പേരുള്ളത് കൊണ്ടല്ല, ഏതോ ഒരു സഭയിലെ അംഗമായതുകൊണ്ടല്ല, കുറെ ആചരണങ്ങൾ ആചരിക്കുന്നതുകൊണ്ടല്ല. അതെല്ലാം ഉപരിയായി അതിലും ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവരാണ്. യേശുവിൻ്റെ ജീവൻ എന്നിലുണ്ട്, എൻ്റെ ജീവൻ അവനിലുമുണ്ട്. ഇതാണ് ക്രിസ്തീയ ജീവിതം, ഇതാണ് സഭയിലെ ജീവിതം എന്ന് പറയുന്നത്. മനോഹരമായിട്ട് ഒന്നാമത്തെ മാർപ്പാപ്പ ആയ പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ! ഈ ലോകത്തിൻ്റെ പാശങ്ങൾ, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശം നമുക്കറിയാം. ഇന്ന് ആ വിനാശത്തിലൂടെ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണുന്നുണ്ട്. യേശുവിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു യേശയ്യാ പ്രവാചകൻ. ഭൂമിയിലെ നിവാസികൾ നിമിത്തം ഭൂമി മലിനമായിരിക്കുന്നു, അതിനാൽ ജന്തുക്കൾ, സസ്യങ്ങൾ എല്ലാം നശിക്കും, മനുഷ്യരും നശിക്കും, ഒരു ചെറിയ പക്ഷം മാത്രം അവശേഷിക്കും. ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, ഭയപ്പെടുത്താൻ പറയുന്നതല്ല. നാം ഒന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷെങ്കിൽ ഒരു ആറ്റം ബോംബോ ന്യൂക്ലിയർ ബോംബോ മതി ഇത് സംഭവിക്കുവാൻ. ഒരു പക്ഷെങ്കിൽ ഒരു വലിയ സാംക്രമിക രോഗം മതി. നമുക്കൊരു ചെറിയ മേമ്പൊടി ഉണ്ടായിരുന്നല്ലോ 2-3 കൊല്ലം മുമ്പ്, നമ്മുടെ കോവിഡ്. അതുപോലൊന്ന് വന്നാൽ മതി പോകാൻ. മാത്രമല്ല, ഭൂമിയിലെ ഒരു വലിയ പ്രകൃതി ദുരന്തം മതി ഇതൊക്കെ നടക്കാൻ. പ്രിയമുള്ളവർ, ഇതിനെപ്പറ്റിയൊക്കെ ആശകളെല്ലാം നമുക്കുണ്ട്. നമുക്കറിയാം, നമ്മൾ പറയും ഒരു പക്ഷെങ്കിൽ നമ്മളെ കർത്താവ് പരിപാലിക്കും. നമ്മളെ എന്ന് പറഞ്ഞാൽ ആരെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ഈ ജീവിതം നയിക്കുന്നവർ ആണ്. യേശുവിനോടുകൂടി നമ്മൾ മഹത്വീകരിക്കപ്പെടുകയും നമ്മൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. കർത്താവിൻ്റെ ഉയർപ്പാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചത്. നമ്മുടെ ഉയർപ്പ് എപ്പോഴാണ്? ഒരു പക്ഷേ എല്ലാവരും മരിച്ചു കഴിഞ്ഞ് അവസാന വിധിനാളിൽ നമുക്കറിയാം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ കുറേ പേര് ഇടത്ത് വശത്തും കുറേ പേര് വലത്ത് വശത്തും നിൽക്കും. അതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. എന്നാൽ നമുക്കൊരു മഹത്വീകരണം ഉണ്ട്. ഹല്ലേലൂയ! ഹല്ലേലൂയ! അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവർ, നമുക്കൊരു ആന്തരിക മനുഷ്യനുണ്ട്. മഹത്വീകരിക്കപ്പെടണം. അവനാണ് കർത്താവിലായിരിക്കേണ്ടത്. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം
അധ്യായം 12 കാണുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു, ഈ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. അതിനുശേഷം ഒരു സ്വരം കേട്ടു. ഇടിവെട്ടുന്ന സ്വരത്തിലാണ് കേട്ടത്. എന്ത്? അതെ, ഞാൻ ഇവനിൽ സംപ്രീതനായിരിക്കുന്നു, ഇവൻ എൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനായിരിക്കുന്നു, ഇവനിൽ ഞാൻ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം തമ്പുരാൻ സൃഷ്ടിച്ച കാര്യം 1-ാം വായനയിൽ നിങ്ങൾ കേട്ടു. എല്ലാ സൃഷ്ടിജാലങ്ങളും ഉണ്ടാക്കിയ ശേഷം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ആരാണ് ദൈവം? ദൈവം അരൂപിയ, അല്ലേ? ദൈവം അരൂപിയാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പറയുന്നുണ്ട് ശരീരമില്ല എന്ന്. ഈ അരൂപിയാണ് നമ്മുടെ ജന്മത്തിൽ നമ്മളിലേക്ക് ഊതിയത്. അപ്പോൾ നമുക്കൊരു സ്വരൂപം വന്നു, ഒരു രൂപം. നമുക്കറിയാം, അമ്മയുടെ അപ്പൻ്റെയും രക്തത്തിൽ അത് നിശ്ചയമായിട്ട് നമ്മൾ പിറന്നു. അത് ഭൗമികമായ ശരീരം. അത് നമുക്കറിയാം, ഒരിക്കൽ മണ്ണിനോട് മണ്ണ് ചേരും, ആ ശവസംസ്കാരം എല്ലാം നടത്തും, വർഷങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ആ ഊതിയ ആ ജീവൻ അത് വെറും ഒരു ശ്വാസം ആയിരുന്നില്ല, ഒരു മനുഷ്യനെയാണ് ഊതിയത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ജെയിംസ് എന്നാണ് എൻ്റെ പേര് കേട്ടാ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ രൂപം കൊണ്ടപ്പോൾ ജെയിംസിന് ഒരു രൂപം കൊടുത്തു. ലോകത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു രൂപം. ഓരോരുത്തരും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യുണീക്കാണ്, ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഒരാളെ പോലെ ഇരട്ടകളിൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല, വ്യത്യസ്തമായിട്ട്. അപ്പോൾ ഒരു രൂപമുണ്ട്. അത് ബാഹ്യമായ രൂപമല്ല, ആന്തരികമായ ഒരു രൂപം. ഇത് ആണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട തേജസ്സിൽ. പ്രിയപ്പെട്ടവരെ, അതെ, നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും വായിച്ചറിയേണ്ടതാണ്. കൂടുതൽ അതെ കർത്താവിൻ്റെ ഉയർപ്പിനെ പറ്റി പഠിക്കുകയാണ് എങ്കിൽ കൊറിന്തോസ്യർക്ക് ലേഖനത്തിൻ്റെ 15-ാം അധ്യായമാണ് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടത്. വ്യക്തമായിട്ട് ഉയർപ്പിനെ പറ്റി പറയുന്ന ആദ്യ എഴുതപ്പെട്ട അതെ വചനമാണ് 1 കൊറിന്തോസ് എന്ന് പറഞ്ഞാൽ. യോഹന്നാനോ മത്രോസോ മർക്കോസോ മത്തായിയോ ഒക്കെ എഴുതുന്നതിന് മുമ്പ് ആദ്യം എഴുതിയത് പൗലോസ്. ആരായിരുന്നു പൗലോസ്? കടിച്ചാൽ പൊട്ടാത്ത യൂതൻ, അല്ലേ? ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ഭീകരൻ. എല്ലാ ക്രൈസ്തവരെയും കൊന്നൊടുക്കാനായിട്ട് അവരെ ബന്ധപ്പെട്ട് ഓടി നടന്നവനാണെന്ന് ഓർക്കണം. അവൻ ഉദ്ധിതനായ യേശുവിനെ കണ്ടു. ആ ഡമാസ്കസിലേക്ക് പോകുന്ന യാത്രയിൽ ആരെയാ കണ്ടത്? ഉത്ഥാനം ചെയ്ത യേശുവിനെ. അതെ, എങ്ങനെ കണ്ടു? ക്രൂശിതനായി കണ്ടു. അതുകൊണ്ടാണ് ജീവിതം മുഴുവൻ കുരിശായിരുന്നു പറയുന്നത്. ഞാൻ കുരിശിൽ അഭിമാനം കൊള്ളുന്നു, കുരിശല്ലാതെ ഞാൻ ഒരിക്കലും മഹത്വം കണ്ടുപിടിക്കുന്നില്ല. ആരാണ് കുരിശിൽ നിന്ന് മാറാൻ ആഭിചാരം ചെയ്തത് നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്നതാണ് പൗലോസ്. കാരണം ഉദ്ധിതനായ കർത്താവ് ഇന്നും ജീവിക്കുന്നുവെങ്കിൽ അവൻ ഇന്നും ക്രൂശിക്കപ്പെടുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് ഹെബ്രായർ അധ്യായം 6, അവൻ വീണ്ടും ക്രൂശിക്കപ്പെടുന്നു, അവൻ്റെ നാമം ദുഷിക്കപ്പെട്ടതായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ കർത്താവിനെ കണ്ടു. ആരെ? ഉയർത്തെഴുന്നേറ്റ കർത്താവ്, അല്ല, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ. അവിടെയാണ് അവൻ മഹത്വം ദർശിച്ചത്. ഹല്ലേലൂയ. ഉയർപ്പല്ല, പിന്നെയോ മഹത്വം. യേശു മഹത്വീകരിക്കപ്പെട്ടത് കുരിശിൽ ആണ്. കുരിശിൽ ഉയർത്തില്ല, മഹത്വീകരിച്ചു. കാരണം ആ സഹനത്തിൻ്റെ അവസാനമായപ്പോൾ അങ്ങനെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സമർപ്പിച്ച ആ നിമിഷത്തിൽ അതെ ആ പിതാവ് മകനെ സ്വീകരിക്കുന്ന ആ മഹത്വീകരണം നടന്നത് അതെ കുരിശിൽ ആണ് എന്ന് നാം ഓർക്കണം. അപ്പോൾ അതേപ്പറ്റി പൗലോസ് പറയാൻ ആദ്യം കേപ്പായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, അതിനുശേഷം 12 അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അതിനുശേഷം 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ അവനും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് പറയുന്നത്? പൗലോസ്. അതാ പൗലോസിന് പറയുമ്പോൾ സമകാലീനർ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ പറ്റി അറിയാവുന്നവരും യേശുവിൻ്റെ ശൂന്യ കല്ലറയെ പറ്റി അറിയാവുന്നവരും അവിടെ ഉണ്ടായിരുന്നു. ഒരു നുണ പറയാൻ പറ്റില്ല. വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ടതല്ല എന്ന് ഓർക്കണമേ. അത് യേശുവിൻ്റെ സംഭവത്തോട് ചേർന്ന് എഴുതപ്പെട്ട സാക്ഷ്യമാണ് പൗലോസ് പറയുന്നത്. അത് എന്തെല്ലാം ആർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടുവെന്ന്. മഗ്ദലനായ്ക്ക് പ്രത്യക്ഷപ്പെട്ടതിനെ പറ്റി പറയുന്നില്ല. പെണ്ണുങ്ങളുടെ പ്രത്യക്ഷപ്പാടും ദർശനവും പുള്ളി വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. പക്ഷെ അതുകൊണ്ടാണ് മഗ്ദലയുടെ കാര്യം പുള്ളി പറയുന്നേയില്ല. കേപ്പ 12 അതിനുശേഷം പറയുകയാണ്
500 പിന്നെ അദ്ദേഹത്തിനും. എന്നാൽ നമ്മൾ വായിക്കുന്നുണ്ട് മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടത് മറ്റ് അപ്പസ്തോലന്മാർ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഒന്ന് ചിന്തിക്കാം മക്കളെ. ഞാനിങ്ങ് ഇന്ന് ധ്യാനിച്ചത് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതായത് മഗ്ദലന മറിയത്തെ പ്രത്യക്ഷപ്പെട്ടത് ആദ്യം 7 പിശാചുക്കളെ കർത്താവ് അവളിൽ നിന്ന് പുറത്താക്കിയതാ എന്ന് പറഞ്ഞാൽ ഈ മുഴുപിശാചെല്ലാം കൂടെ പാപത്തിലേക്ക് നയിച്ച് ഞെരുക്കിയിരുന്നു. അവളെ വിമോചിപ്പിച്ച ആ മഗ്ദലന മറിയത്തിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെയാണ് കർത്താവിൻ്റെ സ്നേഹം. നമ്മൾ പാപത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് യേശുവിൽ പുതിയ ജീവിതം കഴിക്കുമ്പോൾ അത് മറ്റുള്ളവരെക്കാൾ വലിയൊരു സ്നേഹം കർത്താവ് നമ്മോട് ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ മാനസാന്തരം കൂടാതെ മുഖം മൂടിയുള്ള ജീവിതം നയിക്കുന്നിടത്ത് കർത്താവിന് തൻ്റെ മുഖം കാണിക്കാൻ പറ്റത്തില്ല. ഇനിയും അവിടെ ശാന്തമായിട്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അവിടെ ഈശോയെ പിടിക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ കൊടുക്കാനായിരിക്കാം, ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ആ കാലെ പിടിക്കാൻ. യേശു പറഞ്ഞില്ല, ഞാൻ ഉത്ഥാനം ചെയ്തിട്ടില്ല, എന്നെ തുടരുതെന്ന്. അപ്പോൾ ആ പ്രത്യക്ഷപ്പെട്ട യേശു ആരായിരുന്നു? ഇനി മാത്രമല്ല നമ്മൾ വായിക്കുന്നുണ്ട് 1 പത്രോസിൽ കർത്താവ് എപ്രകാരം പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരോട്, അതിന് മുമ്പ് മരിച്ചവരോട് വചനം പ്രഘോഷിച്ച് അവരെയും ഉത്ഥാനത്തിൽ പങ്കാളികളാക്കിയെന്ന്. അപ്പോൾ യേശു ഉത്ഥാനം ചെയ്ത 3-ാം ദിവസമല്ലേ മക്കളെ? അപ്പോൾ ഉത്ഥാനത്തിന് മുമ്പ് ഒരു മഹത്വീകരണം സംഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഞാൻ നിങ്ങൾക്കൊരു സംശയം തരികയാണ് ഇത് പറയുമ്പോൾ. അപ്പോൾ മഗ്ദലനായ്ക്ക് പ്രത്യക്ഷപ്പെട്ട ആ ഈശോയും പാതാളങ്ങളിലിറങ്ങി വചനം പ്രഘോഷിച്ച ആ ഈശോയും ആ കല്ലറയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തുന്ന യേശുവും ഒന്നായിരുന്നു. എന്നാൽ വ്യത്യസ്തമുണ്ടായിരുന്നു. ആദ്യത്തേത് ആ കുരിശുവെച്ച് മഹത്വീകരിക്കപ്പെട്ട ആ കർത്താവ്. അതിനുശേഷം 3-ാം ദിവസം ശരീരത്തോടെ ഉത്ഥാനം ചെയ്തു. നമുക്കറിയാം ശരീരത്തോടെ സ്വർഗത്തിൽ 2 പേരേ ഉള്ളൂ, ഈശോയും മറിയവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ പഠിക്കുന്നുണ്ട് ധാരാളം പേർ സ്വർഗത്തിലുണ്ട്, 1000 വെളിപാട് പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. 1000-10,000 ആളുകൾ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകം വിട്ടും പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്, അല്ലെ ശുദ്ധീകരണ സ്ഥലം. നരകത്തിൽ പോയി നമ്മൾ ചിന്തിക്കാതിരിക്കട്ടെ ഉണ്ടെങ്കിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഉയർക്കുമ്പോൾ മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരം കർത്താവ് നമുക്ക് തരുന്നു. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ അധ്യായം 15 പറയുന്ന വചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യൻ്റേത് ഒന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റെ മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് മറ്റൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അത് തുറന്നു പറഞ്ഞപ്പോൾ ഒരു ആത്മീയ ശരീരം. ഇനിയും അല്പം കൂടി ആഴത്തിൽ പറയട്ടെ മക്കളെ, നിങ്ങളും ഞാനും മരിക്കുമ്പോൾ ഈ ലോകത്തോട് വിട വാങ്ങുന്നു. നമ്മൾ മരിച്ചു എന്നെല്ലാവരും പറയും. നമ്മൾ മരിക്കുക, ഞാൻ മരിക്കുക, നീയും മരിക്കില്ല. പിന്നെയോ നീ വിട വാങ്ങുന്നു ഈ ലോകത്തോടെ. ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് നിനക്കുണ്ടായിരുന്ന ശരീരം ഭക്തിപൂർവ്വം കൊണ്ട് ശവക്കോട്ടയിൽ അടക്കം ചെയ്യും. അത് നാളുകൾക്ക് ശേഷം ഉയർക്കും. പക്ഷെ നീ അപ്പോൾ തന്നെ നീ പറയുന്ന എൻ്റെ ആത്മാവെന്ന്. ആത്മാവ് വെറും സ്പിരിറ്റാ, ഒറ്റയ്ക്ക് പറ്റില്ല. ഏതെങ്കിലും ഒരു ശരീരമുണ്ടെങ്കിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയും. ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടത് ദൈവത്തിന് മുമ്പിലാണ് കണക്കുമായിട്ട്. നമുക്കറിയാം നന്മ ചെയ്തവർക്ക് സമ്മാനവും തിന്മ ചെയ്തവർക്ക് ശിക്ഷയുമായിട്ട് കർത്താവ് വിധി കൽപ്പിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ആത്മീയ ശരീരം കർത്താവ് തരുന്നു. അതായത് കർത്താവിന് തന്നെ ഉണ്ടായിരുന്ന ആത്മീയ ശരീരം. ആ ശരീരത്തിലാണ് നമ്മൾ ചെയ്ത ചെയ്തികൾ കാണുന്നത്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളവരോട് കർത്താവ് ആരെയും വിധിക്കില്ല, നാം തന്നെയാണ് വിധിക്കുന്നത്. ആ ദൈവത്തെ ഉപേക്ഷിച്ച് തിന്മയിൽ ജീവിച്ചാൽ നമ്മുടെ മുമ്പിൽ കാണുന്ന നരകത്തിലേക്ക് നമ്മൾ തന്നെ ചാടും.
അതെ, അപ്പോൾ കാണുകയല്ല, ചെറിയ ചെറിയ കറകളുണ്ട്. കർത്താവിനെ മുഖാമുഖം കാണണമെങ്കിൽ ദൈവമേ അതിവിശുദ്ധീകരണം. കാരണം അതിവിശുദ്ധിയിൽ മാലാഖമാർ പരിശുദ്ധൻ 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 എന്ന് പാടുന്നു. അപ്പോൾ ആ പരിശുദ്ധി എനിക്കില്ല. അപ്പോഴാണ് വലിയ ആ കൃപയുടെ കരുണയുടെ കടൽ കാണുന്നത്. അതാ ശുദ്ധീകരണ സ്ഥലം. അപ്പോൾ നമ്മൾ തന്നെ അങ്ങ് ചാടും. ഉദാഹരണമായിട്ട് നിങ്ങൾ കാര്യച്ചൻ സുപ്പീരിയച്ചനെ കാണാൻ വരിക. നിങ്ങൾ വന്ന വഴിക്ക് ചള്ള പറ്റി നിങ്ങളുടെ ഷർട്ടിന്. അപ്പോൾ ആ ചള്ളയും കൊണ്ട് വരാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. അപ്പോഴാണ് ഇവിടുത്തെ ഒരു വോളണ്ടിയർ പറയാണ്, ഒരു കുളമുണ്ട്, അവിടെ പോയി കുളിച്ചാൽ അത് വേണമെങ്കിൽ ആ വസ്ത്രത്തിലെ കറയും കളഞ്ഞ കാര്യച്ചിൻ്റെ അടുക്കൽ അത് നല്ല വസ്ത്രം അണിഞ്ഞു ചെല്ലാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. അതെ, കാര്യച്ചെന്നല്ല, നിങ്ങൾ അല്പം കൂടെ ഒന്നും നോക്കി ഒരു മാർപ്പാപ്പ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി മോഡിയെ കാണാൻ പോവുകയാണെന്നിരിക്കട്ടെ, പോകുന്ന വഴിക്ക് വസ്ത്രത്തെ അല്പം ചെളി പറ്റി, കാലേ പൊടി പറ്റി. അപ്പോൾ നമ്മൾ അവിടെ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ കഴുകി പോന്നാൽ അതിവിശുദ്ധിയിലായിരിക്കുന്ന ദൈവം. അപ്പോൾ അവിടെയാണ് മുഖാമുഖം കാണാൻ പോകേണ്ടത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ആർക്കും പറ്റില്ല. അപ്പോൾ അതികരുണയാൽ കർത്താവ് തൻ്റെ കൃപാസമുദ്രം കാണിക്കുന്നു, ശുദ്ധീകരണ സ്ഥലം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങോട്ട് ചാടും. എനിക്ക് ശുദ്ധി വേണം, അവിടെ കർത്താവല്ല അങ്ങോട്ട് വിടുന്നത്, നീ തന്നെ. അപ്പോൾ നിനക്കണം കർത്താവിനെ കാണാനുള്ള ആശ. നീ ജനിച്ചപ്പോൾ മുതലുണ്ടൊരു ദാഹം. എൻ്റെ ആത്മാവ് കർത്താവിനായി ദാഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഈ ദാഹമുള്ളത് കൊണ്ട് ആ മുഖം കാണാനായിട്ട് ദാഹിച്ച് അതെ നീ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ശുദ്ധീകരിക്കുന്നു. അല്ല, നീ അതിവിശുദ്ധിയിലാണോ എങ്കിൽ ശുദ്ധീകരണ സ്ഥലം കൂടാതെ നീ നേരെ പോകും. അപ്പോൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ശുദ്ധീകരണ സ്ഥലത്തേക്കോ വിടുന്നത് കർത്താവല്ല, നമ്മൾ തന്നെയാണ് പോകുന്നത്. അവസാനത്തെ വിധി കർത്താവ് നടത്തുക മാത്രമേ ഉള്ളൂ. ഈ തനത് വിധി എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളെ വിധിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ശരീരത്തിൽ ചെയ്ത നന്മകളും തിന്മകളുമായിട്ടാണ് അതെ ദൈവത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ പറയട്ടെ പ്രിയ മക്കളെ, അതെ ആ ജന്മത്തിൽ ഊരിയ ആത്മാവ് എന്ന് നമ്മൾ പറയും. അത് വെറും സ്പിരിറ്റ് അല്ല, ആ ഒരു സ്പിരിച്വൽ ബോഡി, ഒരു ആത്മീയ ശരീരവും ഊതി. അതാണ് ഞാൻ, അതാണ് കാര്യച്ചൻ, അതാണ് ബിജിലച്ചൻ, അതാണ് ലാലു അച്ഛൻ. അതെ നിങ്ങൾ ഓരോരുത്തരും, അതെ നിന്റെ വ്യക്തിത്വം. അതെ, അപ്പം അത് ആന്തരികമായി ശുദ്ധിയുള്ളവരായാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ മഹത്വീകരിക്കപ്പെടും. ഇവിടെയാണ് താബോർ മലയിലേക്ക് മക്കളെ വരേണ്ടത്. നമുക്കറിയാം, താബോർ മലയിൽ വെച്ച് ഈശോ 3 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്കെല്ലാം അറിയാം, പത്രോസിനും ജാക്കോബിനും അതുപോലെ യോഹന്നാനും. അവിടെ വെച്ച് യേശുവിനെ പറ്റി പറയുന്നു, പ്രശോഭിതനായിരുന്നു. ആ വസ്ത്രങ്ങളൊക്കെ ഏതലക്കുകാരും വിചാരിച്ചാലും വെളുപ്പിക്കാൻ പറ്റാത്ത വിധം അത്ര പ്രശോഭിതം. ഇടത്തും വലത്തും 2 പേര്. 900 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച എലീശ, 1300 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച മൂശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അന്ന് ഉയർപ്പ് നടന്നിട്ടില്ല. ഓർക്കണം, യേശുവിന് മുമ്പാണ് അവർ ഈ ലോകവാസം വെടിഞ്ഞത്. അവർ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടി സ്വർഗത്തിലുണ്ടായിരുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇതാണ് നമുക്കുണ്ടാകുന്ന അനുഭവം. നമ്മളെ ബൈബിൾ പഠിപ്പിക്കുക മക്കളെ. അവരൊക്കെ ഉയർത്തത്തെ കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമാണ്. ഒരു പക്ഷേ ഇന്നും അവർ ഉയർത്തിയിട്ടില്ല. അവസാനത്തെ വിധി നാളിലായിരിക്കും അവർ ഉയർക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ അവർ ശരീരത്തോടെ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അവരുടെ ജീവിതം എന്താണെന്ന് നമുക്കറിയാം. മൂശ ഏറെ വേദനകളിലൂടെ കടന്നുപോയവൻ. അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും, എലീശാ പ്രവചകൻ ഏറെ വിഷമിച്ച് ഗുഹയിൽ താമസിച്ച എൻ്റെ കർത്താവെ, അങ്ങനെ തീഷ്ണതയാൽ ഞാൻ കത്തി എറിയുന്നു എന്ന് പറഞ്ഞു കർത്താവിനോട്. അതിനുശേഷം ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്തു. എന്താ പറഞ്ഞത്? കർത്താവെ, അവരെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെ കൊന്നുകൊണ്ടിരിക്കുന്നു. അവർ അൽത്താരകൾ നശിപ്പിച്ചു, ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അത് എല്ലാ പ്രവാചകന്മാരെയും ഒന്നിനു പിറകെ ഒന്നായി കൊന്നു. അല്പം ഇത് ഞാൻ പറയുമ്പോൾ ചിന്തിക്കണേ. ഇത് സംഭവിച്ചത് 3000 കൊല്ലങ്ങൾക്ക് മുമ്പാണെങ്കിലും നമ്മുടെ കേരളത്തിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുരിശടികൾ തകർക്കപ്പെടുന്നു. അതെ, കുരിശിൻ്റെ വഴി നടക്കാതിരിക്കുന്നു. അതെ, അല്ലെങ്കിൽ പ്രദർശനങ്ങൾ പാടില്ല എന്ന് പറയുന്നു. വൈദികർ, കന്യാസികൾ, പാസ്റ്റർമാർ കൊല്ലപ്പെടുന്നു. അതെ, പള്ളികൾ പൊളിക്കപ്പെടുന്നു. ആരംഭിച്ചതേ ഉള്ളൂ, വടിവെട്ടാൻ പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുകയാണ്, അതെ എലീശാ പ്രവാചകൻ ഇതെല്ലാം കണ്ടു. പാവം പറഞ്ഞു, കർത്താവേ, ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അങ്ങയുടെ നിലം മുഴുവൻ നശിച്ചു.
അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? നശിച്ചിട്ടില്ല, 7000 പേരെ എനിക്കുള്ളവരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മഹത്വീകരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം നമുക്ക് കാണാം പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനത്തിൽ ഇതെടുത്തു പറയാം. അതായത് 900 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ നടന്ന കാര്യം. കാരണം എന്താണെന്നറിയാമോ? 1-ാം നൂറ്റാണ്ടിലെ മതപീഡനം നമുക്കറിയാം. ക്രിസ്ത്യാനികളെ ചുട്ടരിച്ചു, ജീവനോടെ ക്രൂശിച്ചു. നമുക്കറിയാം, മൃഗങ്ങളുടെ മുമ്പിലിട്ട് തിന്നാൻ കൊടുത്തു, കല്ലെറിഞ്ഞു. അപ്പോൾ അവർ ഓർത്തു, ദൈവമേ, ക്രിസ്ത്യാനികളായിട്ട് എന്താ ഈ സംഭവങ്ങളൊക്കെ? ഞങ്ങളെ കൊല്ലുന്നു, ഞങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നു. ഞങ്ങൾ ഓർത്ത് ക്രിസ്ത്യാനിയായി മാമോദിസ സ്വീകരിച്ചാൽ ഇവിടുത്തെ ജീവിതം നല്ല കുശാലാണ്. ഇതൊന്നും ഇല്ലേ കർത്താവേ? എന്നിട്ട് ചോദിച്ചു പൗലോസിനോട്, തൃശ്ശൂക്കാരുടെ ഭാഷയിൽ പറഞ്ഞ, എന്തുട്ടായത്? അത് എന്തായി സംഭവിക്കുന്നത്? ഞാൻ ക്രിസ്ത്യാനിയായിട്ടും എനിക്ക് യാതൊരു സംരക്ഷണവും ഇല്ലേ കർത്താവേ? അപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? മക്കളെ, നിങ്ങൾ 900 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രവാചകന്റെ വചനം, അതെ, ഞാൻ 7000 പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർ കൃപയിൽ ഉള്ളവർ ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, കൃപയിൽ ജീവിക്കുക. അവയെ കർത്താവ് മാറ്റി നിർത്തും. അവർ കർത്താവിനുള്ളവരാണ്. ഇന്ന് ഈ ഉത്ഥാനം നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാം, നമ്മുടെ ഭാരതത്തിൽ മക്കളെ, കേരളത്തിൽ മക്കളെ, ലോകത്തിൽ വലിയ മതപീഡനം ഇനിയും ഉണ്ടാവും. നിശ്ചയമായിട്ടും ഇതുപോലെ കാര്യശുഭാവം നടത്താനോ പ്രദക്ഷിണം നടത്താനോ പറ്റാത്തൊരവസരം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. ഇവിടെ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയും, യഥാർത്ഥ വിശ്വാസികളുടെ എണ്ണം കുറയും. ഇപ്പം തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വിശ്വാസ ഇല്ലാത്ത എത്രയോ പേരിന്ന് നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ അത് അധാർമികതയിൽ ജീവിക്കുന്നത് നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ലോകം മുഴുവൻ കർത്താവിന് സ്വീകരിച്ച മൂല്യങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തണ്ടം എന്ന് നമ്മൾ പറയാം. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ലോകം നശിക്കും. ഓർക്കണം, ക്രിസ്തീയ ലോകം നശിക്കും, എന്നാൽ ക്രിസ്തീയത നശിക്കില്ല. ഹല്ലേലൂയ. ഞാൻ രണ്ടും തമ്മിൽ വേർതിരിക്കുന്നു, ക്രിസ്തണ്ടം ആൻഡ് ക്രിസ്ത്യാനിറ്റി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. അതായത് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളൊക്കെ സ്വീകരിച്ച സ്ഥാപനങ്ങളെല്ലാം ഇന്ന് എതിരായി. ക്രിസ്തീയ സ്ഥാപനങ്ങൾ പോലും, ഉദാഹരണം പറഞ്ഞാൽ മതി, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അബോർഷൻ, ഭ്രൂണഹത്യ. ഇനി മാത്രമോ അത് വിവാഹമോചനം. ഇങ്ങനെ ധാരാളം മൂല്യങ്ങൾ ഉണ്ടായിരുന്നത് ലോകത്തിൽ പോയി. ലോകത്തിൽ ഇപ്പോൾ ആരും കല്യാണം കഴിക്കാതിരിക്കാൻ നോക്കുക. കല്യാണം കഴിച്ചാലല്ലോ ആ വിവാഹമോചനത്തിന് പ്രശ്നം വരുള്ളൂ. അങ്ങനെ ഒരു അബോർഷൻ പ്രശ്നം, അതുകൊണ്ട് കല്യാണം കഴിക്കാതെ ഇരിക്കുകയാണ്. അതായത് സമൂഹത്തിൽ ഉണ്ടായിരുന്ന നിലപാടുകൾ ഇന്ന് നശിക്കുകയാണ്. ഈ കൂരാശകളെല്ലാം പോകും. കാരണം കൂരാശകളിലൂടെയാണ് ദുരാശ മൂലം വരാൻ പോകുന്ന വിപത്തുകൾക്കെതിരായിട്ട് യേശുവിൻ്റെ ജീവനോടുകൂടി പങ്കുചേരുന്നത്. ഹല്ലേലൂയ. ഇന്ന് എത്രയോ പേര് കൂരാശകളിലാ ജീവിക്കുന്നു. അതായത് ഈ ലൗകികായത നമ്മുടെ സഭയിലും കടന്നുകൂടിയിരിക്കുന്നു. അപ്പോൾ ഈശോ തിരഞ്ഞു നോക്കുകയാണ്, ആരൊക്കെയാണ് കൃപയിൽ ജീവിക്കുന്നത്. അച്ഛനായതുകൊണ്ടോ മെത്രാനായതുകൊണ്ടോ കന്യാസി ആയതുകൊണ്ടോ രക്ഷപ്പെടില്ല. ആരൊക്കെയാണ് യേശുവിന് വേണ്ടി യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്? ഏത് ഉത്ഥാനം ചെയ്ത ജീവിതം. 2 കൊരിന്ത്യർ 2:9 പറയുന്നില്ലേ? അതായത് പണമുള്ളവൻ പണമില്ലാത്തവനെ പോലെ ജീവിക്കണം, വിവാഹം കഴിച്ചവൻ വിവാഹം കഴിക്കാത്തവനെ പോലെ ജീവിക്കണം, ഉള്ളവൻ ഇല്ലാത്തവനെ പോലെ ജീവിക്കണം, ദുഃഖിക്കുന്നവൻ ദുഃഖിക്കാതെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ദ പാരഡോക്സ് ഓഫ് ലൈഫ്. അതായത് യേശുവിൻ്റെ ജീവിതം ഒരു പാരഡോക്സാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ആ യേശുവ പറയുന്നത് 2 ഉടുപ്പുണ്ടെങ്കിൽ 1 കൊടുക്കണം. അതെ, നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം. വലത്തെ കണ്ണെടുത്ത് അടിച്ചാൽ ഇടത്തെ കണ്ണ് കാണിച്ചു കൊടുക്കും. എൻ്റെ കർത്താവ്, ഞങ്ങൾ മലയാളിയോട് ഒന്നും പറയരുത്. ഹല്ലേലൂയ. മലയാളിക്ക് പൂടിക്കും. എൻ്റെ ദൂരെ കണ്ടുകൊണ്ടിനെ മറ്റേ വകവരുത്തും, തേജോവരം ചെയ്യും. അതെവിടെ? അത് ക്ഷമിക്കാനോ, അത് യേശുവിനെ സ്നേഹിച്ച് ജീവിക്കാനോ, അല്ലെങ്കിൽ യേശുവിൻ്റെ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കുന്നവരോ എത്ര പേരുണ്ട്? ഈശോ ഈ ലോകത്തിൽ വന്നപ്പോൾ മക്കളെ 2 പാഠങ്ങളാണ് കൊണ്ടുവന്നത്. 2 പഠനങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് യോർദാനിൽ സ്നാനം സ്വീകരിച്ച ശേഷം ആദ്യം പറഞ്ഞത്, അനുദപിക്കൂ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ.
ഈ അനുദപിക്കുക എന്ന് പറഞ്ഞത് നമ്മളിതാ ഓർക്കുന്നത്, അയ്യോ ഇങ്ങനെ നോയമ്പോട് വരുമ്പോഴും കാരിച്ചുവല്ല ധ്യാനത്തിൽ വരുമ്പോഴും കാരിച്ചനോ വിചലിച്ചനോ പാപത്തെപ്പറ്റി പറഞ്ഞ് കേൾക്കുമ്പോൾ ഒന്ന് കരഞ്ഞുകൊണ്ട് കുറേ പാപങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഒരു അച്ഛൻ്റെ അടുക്ക പോയി ഛർദ്ദിക്കുക, കുമ്പസാരം എന്ന് പറയും. അതല്ല, അതിൽ മാനമായി വ്യത്യസ്തമായി യേശുവിന് വേണ്ടി യേശുവിൽ ഉള്ള ഒരു ജീവിതം. അതാണ് ആ മാറ്റമാണ് മാനസാന്തരം. ആ മാറ്റം രൂപാന്തരീകരണം. നമുക്കറിയാം, ഈശോ വന്നപ്പം മുതൽ തൻ്റെ ജനങ്ങളെ രൂപാന്തരീകരണമാണ് പഠിപ്പിച്ചത്. അതിനുവേണ്ടി അത്ഭുതങ്ങളും ചെയ്തത്. ഒന്നാമതായിട്ട് കാനായിൽ വെള്ളം വീഞ്ഞാക്കി. അതിരമ്പക്കാരെല്ലാം പറയും അത് കുടിക്കാനായിട്ടാണെന്ന്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഭയങ്കര ആഘോഷം ഉണ്ടാകും. ഈസ്റ്ററിൻ്റെ ആഘോഷം നാളെ പത്രത്തിൽ വരും, എത്ര കോടിയുടെ പൊട്ടിച്ചെന്ന്. പ്രിയമുള്ളവരെ, യേശു അതിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. അതായത് ഈ വെള്ളം രൂപാന്തരപ്പെടുത്തുവാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയെ സംഭവിക്കുന്ന എന്താണ്? വസ്തുഭേദം. ഒരു വൈദികൻ പറയുന്നു ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. അപ്പം മുഴുവൻ, ആ വീഞ്ഞ് മുഴുവൻ അവിടുത്തെ ശരീരവും രക്തവുമാകുന്നു. അതിനെ വസ്തുഭേദം നമ്മൾ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. പിന്നെ അപ്പത്തിൻ്റെ സബ്സ്റ്റൻസ് അവിടെ ഇല്ല, വീഞ്ഞിൻ്റെ സബ്സ്റ്റൻസ് ഇല്ല. അതുപോലെ ആ കാനായിലും സംഭവിച്ചത്. ആ അത്ഭുതത്തിൽ ആ ഭരണികളിൽ വെള്ളമില്ലായിരുന്നു, വെള്ളം മുഴുവനും വീഞ്ഞായിപ്പോയി. അതിനുശേഷം ഈശോ കടലിന് മീതെ നടന്നതും 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിക്കുന്നതും ഇതെല്ലാം കർത്താവിൻ്റെ തൻ്റെ മേലുള്ള അധികാരവും ഈ അപ്പത്തിൻ്റെ മേലും ലോകത്തിൻ്റെ മേലുള്ള അധികാരം സ്ഥാപിക്കാനും അത് മനുഷ്യൻ മനസ്സിലാക്കണമെന്ന്. അതിനാണ് വിശുദ്ധ കുർബാനയെ പറ്റിയും പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള ജീവൻ്റെ അപ്പമാകുന്നു. അവരിറങ്ങിപ്പോയി. എത്ര പേരാ? 5000 പുരുഷന്മാർ. എന്തുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ എണ്ണം എണ്ണാഞ്ഞെന്ന് എനിക്കറിഞ്ഞുകൂടാ. പിള്ളേരെ എണ്ണയില്ല. പക്ഷേ എണ്ണാൻ വരാത്തവരും ഒത്തിരി പേരുണ്ടായിരുന്നു. മാത്രമല്ല അന്നൊക്കെ പുരുഷന്മാരുടെ നമുക്ക് കുടുംബത്തിൻ്റെ തലവന്മാരാണ്. അപ്പോൾ അപ്പസ്തലന്മാർ അവിടെ തലയെ എണ്ണുള്ളൂ. കാരണം എണ്ണം വരാതെ പെണ്ണുങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു, അതുകൊണ്ട് എണ്ണിയില്ല. അല്ലാതെ പെണ്ണുങ്ങളെ വേർതിരിച്ചതോ മാറ്റി നിർത്തിയോ അല്ല. അപ്പോൾ എൻ്റെ മനസ്സിനെ ഓർക്കും, ആ 5 അപ്പം കൊണ്ട് 5000 പേരെ അല്ല, 1,00,000 പേരെ തീറ്റിക്കാണും. ഹല്ലേലൂയ. അതിലൂടെ കർത്താവിൽ വിശ്വസിക്കും. കർത്താവ് പറഞ്ഞു, മാനസാന്തരപ്പെടുക, രൂപാന്തരപ്പെടുക, പുതിയ വ്യക്തികളായി ജനിക്കുക. നിങ്ങൾ കേട്ടു പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ, പാപത്തോട് മരിച്ച് ആത്മാവിൽ നിങ്ങൾ പുതിയവരായിരിക്കേണ്ടതിനാണ് അവൻ ഉത്ഥാനം ചെയ്തത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ അധ്യായം 5:17 പറയുന്നുണ്ട്, യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കടന്നുപോയി. ഹല്ലേലൂയ. ഇന്നും ഞാൻ രാവിലെ ഇവിടെ ഇരിക്കുകയായിരുന്നു. 30 പേര് എന്നെ കാണാൻ വന്നു, വിവിധ സ്ഥലങ്ങളിലായിട്ട് പ്രാർത്ഥിക്കാൻ. എല്ലാവരുടെയും അപേക്ഷകൾ, എൻ്റെ മകൾക്ക് കല്യാണം നടക്കണം, എൻ്റെ മകന് അയർലൻഡിൽ പോകാനായിട്ട് വീശി അടിച്ചു കിട്ടണം, പിന്നെ ഇങ്ങനെ ഭൗമിക കാര്യങ്ങളിൽ ലിസ്റ്റ്. ഒരാൾ പോലും പറഞ്ഞില്ല, എൻ്റെ അച്ഛാ നല്ല കുമ്പസാരം നടത്തി ഒരു പുതിയ ജീവിതം കഴിക്കാനുള്ള കൃപയ്ക്കായിട്ട് നോയമ്പിപ്പം വിടാൻ പോവുക പ്രാർത്ഥിക്കുന്ന ഒരു പട്ടിക്കുറുക്കം പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇനി വേറൊന്ന്, പരിപാടി തുടങ്ങിയപ്പം സക്കറിയാസച്ചൻ പറഞ്ഞു, ഉത്ഥാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന നിമിഷം. ഞാൻ അവിടെയൊക്കെ ചോദിച്ചു, ഈസ്റ്ററിൽ എന്നാ സന്തോഷം ആച്ചാ, എൻ്റെ കെട്ടിയവൻ്റെ കൂടി മാറിയിട്ടില്ല, എന്നാ സന്തോഷിക്കാൻ, കടം കയറി മുടിഞ്ഞ് കിടക്കുന്നു, എന്ത് സന്തോഷിക്കുവാനാ. അപ്പോൾ നമ്മൾ ഈ ഭൗമിക കാര്യങ്ങളിൽ മനസ്സുറപ്പിച്ച് ഭൗമികരായിട്ട് ജീവിച്ച് ഭൗമികതയിൽ എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ഇപ്പോഴും നോക്കുന്നത്. ഇപ്പം തന്നെ നോക്കുക, 20 കൊണ്ട് നേർച്ച ഇട്ടിട്ട് എന്താ ചോദിക്കേണ്ടത്? ഭൗമികമായ ഏതെങ്കിലും നേട്ടം, കാറ് മേടിക്കാനോ വീട് മേടിക്കാനോ കടം വീട്ടാനോ, അതിനല്ലേ നമ്മൾ ഈ പല ധ്യാനത്തിനും പോകുന്നതും. എന്നാൽ വളരെ മനോഹരമായിട്ട് ഉത്ഥാനത്തെപ്പറ്റി പറയുന്ന പൗലോസ് 1 കൊരിന്ത്യർ 15 അധ്യായം 29 വചനങ്ങളിൽ പറയുന്നു, ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ മറ്റാരെയുംകാൾ ദൗർഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ എവിടെയാണ് നോട്ടമിടേണ്ടത്? ദൈവരാജ്യത്തിൽ. ദൈവരാജ്യം തീറ്റിയും കുടിയുമല്ല, പിന്നെയോ കർത്താവിൻ്റെ നീതിയിലും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിലും ആനന്ദത്തിലും സമാധാനത്തിലുമുള്ള ജീവിതം.
ആ റോമാക്കാർക്ക് ലേഖനം 14-ാം അധ്യായം 27 നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മാവിലുള്ള ജീവിതം. അതുകൊണ്ടല്ലേ പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് പീലാത്തോസ് ചോദിച്ചു, നീ ഒരു രാജാവാണോ? കർത്താവ് പറഞ്ഞ എന്താണ്? ഈ ഐഹികമല്ല, ഐഹികമല്ലാത്ത ഈ ലോകപരമല്ലാത്ത അതെ ഒരു ജീവിതം, അതാണ് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഈ ഉത്ഥാനത്തിൻ്റെ ജീവിതം നമ്മൾ സ്വന്തമാക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ഈ ലോകത്തോട് വിട വാങ്ങുമ്പോൾ അത് നിരാശപ്പെടേണ്ടി വരും. അത് ഒരു പക്ഷെങ്കിൽ ഉത്തരത്തേത് കിട്ടുകയുമില്ല, കയ്യിലുണ്ടായിരുന്നു പോവുകയും ചെയ്യുന്നു പറയും. ഹല്ലേലൂയ. അത് നമുക്ക് മുറുകെ പിടിക്കാം, കക്ഷത്തിൽ അല്ല ഹൃദയത്തിൽ. ആ യോഹന്നാനെ പോലെ ആ ഹൃദയത്തോട് ചേർന്നിരിക്കാം. ഹല്ലേലൂയ. അത് എന്നിട്ട് യേശുവും ഞാനും ഒന്നാണ് എന്ന്. അതിനാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ പങ്കുകൊള്ളുന്നത്, അതിനാണ് കുമ്പസാരിക്കുന്നത്, അതിനാണ് പ്രാർത്ഥിക്കുന്നതും എല്ലാം. ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം. അതെ, നമ്മുടെ പൗരത്വം അതിരമ്പുഴ അല്ല, നമ്മുടെ പൗരത്വം കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയർ അധ്യായം 3:20. അപ്പം ആ ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. ആ ദൈവരാജ്യം എന്ന് പറയുന്നതും ഓർക്കണമേ, നമുക്ക് ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾ സ്നാനം സ്വീകരിച്ചപ്പോൾ. അതാണ് പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞത്. അത് നീട്ടി പറയുന്നില്ല, അതെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. അത് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് എനിക്കറിയാം, അത് ഉറങ്ങുന്ന സമയവുമാണ്. എങ്കിലും ഒരു ചെറിയ ചിന്താശകലം ഈ വയസ്സൻ നിങ്ങൾക്ക് പറഞ്ഞു എന്ന് മാത്രം. അത് ഈ പെരുന്നാളും ഈ കഴിഞ്ഞെഴുന്നള്ളിക്കലും ആനപ്പുറത്തുള്ളതും തുലാഭാരം ഇതെല്ലാം പോകുന്ന കാലം അതിവിദൂരത്തിൽ അല്ല. 2033 ഒരു വലിയ ജൂബിലി വരുന്നു, ഒരു വലിയ ജൂബിലി. കർത്താവിൻ്റെ രക്ഷാകര സംഭവങ്ങൾ നടന്നിട്ട് 2000 കൊല്ലം തികയുന്നു. എന്നെ മനസ്സിൽ കാണുന്നത് ഈ അടുത്ത വർഷങ്ങളിൽ വലിയ സംഭവങ്ങൾ ലോകത്തിലും സഭയിലും സംഭവിക്കും. അതെ, ഈ എറണാകുളമോ ചങ്ങനാശ്ശേരി തമ്മിലുള്ള അടിയോ ലിറ്റർജിയുടെ വഴക്കൊക്കെ വെറും മൈനറാണ്, അതിലും വലുത് വരാൻ പോകുന്നു. നമ്മളീ കാണുന്ന ഈ പുറമേയുള്ള സഭയല്ല. അതെ, അവിടെ കാർഡിനൽ റാറ്റ്സിംഗർ, പിന്നീട് നമുക്കറിയാം അദ്ദേഹം മാർപ്പാപ്പ ആയി ബെനഡിക്റ്റ്. അദ്ദേഹം 1962 പറഞ്ഞു, സഭാ വൈദികരും സഭാ നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരുമായി മാറും. സഭാവിശ്വാസവും രാഷ്ട്രീയവൽക്കരിക്കും. എല്ലായിടത്തും ബ്രഹ്മാണ്ഡമായ ദേവാലയങ്ങളും പുറമേയുള്ള ആചരണങ്ങളും വർദ്ധിച്ചു വരും. അങ്ങനെ കർത്താവിനെ മറക്കും, വിശ്വാസം മങ്ങി മൂലച്ചുരി വന്നവരുണ്ടാകും. അപ്പോൾ എൻ്റെ ദൈവം എന്ന് ചോദിക്കും, എവിടെ ദൈവം, എവിടെയല്ലേ കർത്താവ് എന്ന് ചോദിക്കും. ആ നിമിഷത്തിൽ കർത്താവ് തനിക്കുള്ളവരെ ഒന്നിച്ചു കൂട്ടും. അവർ വലിയ ദേവാലയങ്ങളിലോ കത്തീഡ്രലിലോ ആയിരിക്കില്ല. ആദിമസഭയിലെ ഗുഹകളിൽ താമസിച്ച പോലെ കാറ്റക്കുമ്പൽ, അതെ റോമിലൊക്കെ പോകുന്നവർ കാണാൻ പോകുന്ന ആ ഗുഹകളിൽ അങ്ങനെ ക്രിസ്ത്യാനികൾ ആദ്യകാലത്ത് ജീവിച്ചത്. അതിലേക്ക് സഭ മാറും. അവിടെ അൽത്താര കാണില്ല, റീത്തുകൾ കാണില്ല, ആ ആചാരങ്ങളൊന്നും കാണില്ല. പിന്നെയോ യേശുവിൻ്റെ ഹൃദയത്തിലെ സഭയെ കാണും. യേശുവിൻ്റെ ഹൃദയത്തിലാണ് സഭ ആരംഭിച്ചത്. നിങ്ങൾ ഇന്നലെ വായിച്ചല്ലോ, അത് കുന്തം കൊണ്ട് പടയാളി കുത്തിയതും. പ്രിയമുള്ളവരെ മാത്രമല്ല, 2 വലിയ സംഭവം. കല്ലറയിലുണ്ടായിരുന്നവരെല്ലാം എഴുന്നേറ്റ് നടന്നു എന്ന് പറഞ്ഞാൽ കാൽവരിയിലെ ബലി വഴിയായിട്ട് മരിച്ചവർക്ക് ഉയർപ്പ് വന്നു. അതുകൊണ്ടാണ് മരിച്ചവർക്ക് കൊണ്ട് നമ്മൾ കുർബാന ചൊല്ലി കാഴ്ചവെക്കുന്നതും കുർബാന കണ്ട് കാഴ്ചവെക്കുന്നതും. 2 ശതാധിപനും കൂട്ടരും പറഞ്ഞു, ഇവൻ സത്യമായി യേശുക്രിസ്തു ദൈവമാണെന്ന്. എന്ന് പറഞ്ഞാൽ ഒരാളല്ല, സർവ്വസൈന്യാധിപന് 100 പട്ടാളക്കാരുണ്ട്. 101 പേരാ വിളിച്ചു പറഞ്ഞ്. അവിടെയാണ് സഭ. യേശുവിൻ്റേത് അല്ലാത്തവർ പൂർണ്ണമായി തിരസ്കരിക്കപ്പെടും. യേശുവിൻ്റേത് അല്ലാത്തവർ പൂർണ്ണമായി തിരസ്കരിക്കപ്പെടും. ഒരു പക്ഷെങ്കിൽ അവർ ഭൂമിയിൽ തന്നെ കാണില്ല. ഒരു പക്ഷെങ്കിൽ അവർ ഭൂമിയിൽ തന്നെ കാണില്ല. അതാ ഞാൻ പറഞ്ഞത്, ആത്മാവിനിൽ വസിക്കുന്നു. ആത്മാവിൻ്റെ ആലയമാണ്. ഈ ആത്മാവിനെ നയിക്കപ്പെടണം. അതാണ് സ്വർഗരാജ്യ ജീവിതം, അതാണ് ഉത്ഥാന ജീവിതം. അത് നിങ്ങളിൽ സംഭവിക്കട്ടെ. കർത്താവ് പലപ്പോഴും പറഞ്ഞ പോലെ ചെവിയുള്ളവർ കേൾക്കട്ടെ. ചെവിയില്ലാഞ്ഞിട്ടല്ല, ആന്തരിക ചെവിയില്ലാത്തവർ, ആന്തരിക ചെവി തുറക്കാത്തവർ. 1 കൊരിന്ത്യർ അധ്യായം 3, 9, 10. ആ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയം അനുഭവിച്ചില്ലാത്ത ദിവ്യരാജ്യത്തിലേക്ക് കർത്താവ് ഇന്ന് ആളുകളെ നയിച്ചുകൊണ്ടിരിക്കുന്നു.
ആന്തരിക കണ്ണുകൾ തുറക്കണം, ആന്തരിക മനുഷ്യനെ വിശുദ്ധീകരിക്കണം, മഹത്വീകരിക്കണം. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടി ഒന്നായി ചേരണം. അവിടുത്തോടുകൂടി യോജിച്ചൊന്നായി തീരാൻ നമ്മൾ സ്നാനം സ്വീകരിച്ചു. നിങ്ങൾ ഓരോരുത്തർക്കും അത് ഉത്ഥാനത്തിൻ്റെ മംഗളങ്ങൾ, ഈസ്റ്റർ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഇന്നലെ ദുഃഖവെള്ളിയാഴ്ച എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നിങ്ങൾ പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എഴുതി, വാട്സാപ്പ് അയച്ചു. നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിശ്ചയമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മയിൽ ആദ്യമാണ് ദുഃഖവെള്ളിയാഴ്ച എൻ്റെ ബർത്ത്ഡേ, എൻ്റെ ജന്മദിനം വന്നത്. എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് ഇന്നലെ കരിച്ചനോ ആരോ അത് വിശദീകരിച്ചു. ആ പ്രിയപ്പെട്ടവരെ, ഗുഡ് ഫ്രൈഡേ. അപ്പോൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ദൈവം നന്മ ചെയ്തു, എന്ത് നന്മ ചെയ്ത ദിവസമായിരുന്നു ആ കുരിശിലെ മരണം വഴി. അന്ന് എൻ്റെ ബർത്ത്ഡേ വന്നല്ലോ എന്നോർത്തപ്പോൾ സന്തോഷം. പ്രാർത്ഥിച്ചവർക്കും എന്നെ വിഷ് ചെയ്തവർക്കും നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഹല്ലേലൂയ. ആമേൻ.